ഹലോ, ഇന്ന് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുന്നുള്ള വീഡിയോയിൽ ഞാൻ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ലൈനിങ് ആണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷമാണ് നല്ല മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നത്. ടോപ്പ് സിബ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലൊരു പീസ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. ഇനി മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് ക്യാമറയിൽ കാണുന്നില്ല. അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് കാണിക്കാം. നെക്കാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 2.5 ഇഞ്ച്, വിഡ്ത്തും 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ നേരെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ നിന്ന് ഞാനിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ നേരെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടുന്ന് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം അവിടുന്ന് താഴോട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ കർവ് വരച്ച് കൊടുത്തിരിക്കുകയാണ്. ചെസ്റ്റ് മെഷർമെൻറ്റ് ഇവിടെ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൻ്റെ ലെങ്ത്ത് ഇവിടെ 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 9 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അതിന് നേരെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് ക്രോപ്പ് ടോപ്പായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ താഴെ വേറെ മെഷർമെൻറ്റ്സ് ഒന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. മുകളിൽ ചെസ്റ്റിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള 6 ഇഞ്ച് തന്നെയാണ് താഴെയും എടുത്തിരിക്കുന്നത്. ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നല്ല ക്ലോത്ത് കട്ട് ചെയ്യണം. അപ്പോൾ നല്ല ക്ലോത്ത് എടുത്തിട്ട് രണ്ടായിട്ട് ഇതേപോലെ തന്നെ മടക്കി വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം ഇത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നല്ല പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ലൈനിങ്ങിൻ്റെ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. 2 പീസും ഒപ്പത്തിന് വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിൻ്റെ ബോർഡേഴ്സിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഈ നെക്കിൻ്റെ കോർണർ ഏരിയയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ മറച്ചിടുമ്പോൾ കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് കട്ടാവാണ്ട് ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കംപ്ലീറ്റായിട്ട് മറച്ചെടുക്കുക. മറച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കിട്ടുക. ഇത് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അയേൺ ചെയ്തെടുക്കുക. നന്നായിട്ട് അയേൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസിന് ഉള്ള പീസ് എടുക്കുക. അതുപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്തതുകൊണ്ട് അങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നേരെ വരച്ച് കൊടുക്കുക. ഇനി 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വിട്ടിട്ടാണ് നെക്കും ഷോൾഡറൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഷോൾഡർ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടുന്ന് താഴോട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് കർവ് ചെയ്ത് വരയ്ക്കാണ് ചെയ്തിരിക്കുന്നത്. ചെസ്റ്റ് 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. താഴെയും 6 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇറക്കം ഫ്രണ്ട് പീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10.5 ഇഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10.5 ഇഞ്ചിനാണ് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നെക്ക് ബാക്കിൽ റൗണ്ട് നെക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ വരച്ചിട്ടൊന്നിങ്ങനെ കർവ് ചെയ്ത് എടുക്കുന്നുണ്ട്. ബാക്ക് നെക്കിന് ഇത്ര ഇറക്കം വേണ്ടാന്നുണ്ടെങ്കിൽ 2.25 ഇഞ്ച് എടുത്താൽ മതി. വിഡ്ത്ത് എടുക്കുമ്പോൾ 2.5 ഇഞ്ച് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഫ്രണ്ട് നെക്കിൽ വിഡ്ത്ത് 2.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ മെഷർമെൻറ്റ് വ്യത്യാസം വരും. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല മെറ്റീരിയൽ എടുക്കുക. രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒപ്പത്തിന് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ തന്നെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. പിന്നെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ നല്ല മെറ്റീരിയലും രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയതിന് ശേഷം സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. ഇനി 2 പീസും ഇങ്ങനെ നിവർത്തി വയ്ക്കുക. അതിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് വെച്ച് കൊടുക്കുക. ലൈനിങ് കറക്റ്റായിട്ട് ഒപ്പം വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒപ്പം വെച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ബോർഡേഴ്സ് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുക.
എന്നിട്ട് ഫ്രണ്ട് നെക്കിൽ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറച്ചെടുക്കുക. അയൺ ചെയ്തതിന് ശേഷം ഷോൾഡറിൻ്റെ പോർഷനിലും നെക്ക് പോർഷനിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി വെച്ചതിന് ശേഷം നമ്മൾ മുന്നേ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത സമയത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അടയാളപ്പെടുത്തി വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, ഇത്രയും ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഒരു 3-4 ഇഞ്ച് വരുന്ന ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഭാഗം ഇങ്ങനെ മടക്കുക. നേരെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. മടക്കിയിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മടക്കി വെച്ച് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അയൺ ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിലോട്ടാണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സീക്രട്ട് സിബാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ സിബ് അറ്റാച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇത് ഇങ്ങനെ മറച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് സിബിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് എങ്ങനെ വെക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ മറച്ച് ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ ബാക്കിൽ ഇത് എങ്ങനെയാണ് ഇരിക്കണതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് സിബ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുത്താലും മതി. ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം എൻ്റെ എക്സ്ട്രാ പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതേപോലെയാണ് സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ ഒരു ഹുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഒരെണ്ണത്തിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻ്റെ സൈഡ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.